പാർത്ഥ, സത്യത്തിൽ ഇന്ത്യയിലല്ലെങ്കിലും ലോകത്ത് നിന്ന് ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് 14 വയസ്സായ ഒരു ആൺകുട്ടി തൻ്റെ ഫോണിലൂടെ അശ്ലീല വീഡിയോ കണ്ടിട്ട് 91 വയസ്സായ വയോധികയോട് ചെയ്തത് എന്താണ് എന്നുള്ളത് സത്യത്തിൽ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിലും പല സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? അതായത് കൂടുതൽ വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ അമേരിക്കയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. വാഷിംഗ്ടണിൽ പതിവായി അയൽപ്പക്കത്തെ വീട്ടിലെത്താറുള്ള ഒരു 14 വയസ്സുള്ള കുട്ടി, 14 വയസ്സുള്ള കുട്ടി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 14 വയസ്സുള്ള കുട്ടി ഈ എന്താണ്, ആ കുട്ടിയുടെ പേര് ജെസ്സി സ്റ്റോൺ എന്ന് പറയുന്ന ജെസ്സി സ്റ്റോൺ എന്നാണ് ആ കുട്ടിയുടെ പേര്. വെറും 14 വയസ്സുള്ള ഈ പയ്യൻ ഈ പോൺ വീഡിയോസ് കണ്ടിട്ടോ അത്തരത്തിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ ലൈംഗികമായി അഡിക്റ്റഡ് ആവുകയും ഇതിനോട് നല്ല നിലയിൽ താല്പര്യം തോന്നുകയൊക്കെ ചെയ്ത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ നമ്മൾ അയൽപ്പക്കത്തൊക്കെ നല്ല ബന്ധമായിരിക്കും. അമേരിക്കയിലൊക്കെ കുറച്ചും കൂടി അത് ഫ്രീ ആണ് ആ ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്തെ താമസിക്കുന്ന ഒരു വയോധികയായിട്ടുള്ള ഒരു 91 വയസ്സുള്ള ഒരു പ്രായമായ ഒരു അമ്മുമ്മ എന്ന് നമുക്ക് പറയാം. ആ 14 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ അമ്മയാവാൻ പ്രായമുള്ള ഒരു സ്ത്രീ. ആ സ്ത്രീയെ ഈ കൊച്ചുകുട്ടി എന്താണ് അവിടെ അതായത് ആളുകളില്ലാത്ത സമയത്ത് ജനാല വഴി അതിക്രമിച്ച് കടന്ന് ആ പ്രായമുള്ള സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കുകയാണ്. ഞെട്ടിപ്പോവും. കാരണം 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ ഒരു 91 വയസ്സുള്ള ഒരു അമ്മൂമ്മയെ പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ലോകം എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് നമ്മൾ ഞെട്ടിപ്പോവും. കാരണം 8-9 വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്നതും കൊച്ചു പെൺകുട്ടികളെയും കൊച്ചു പയ്യന്മാരെയും പീഡിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കുറച്ച് പ്രായമുള്ള ആളുകൾ ആണ് ചെയ്യുന്നത്. അവർക്ക് അതിനനുസരിച്ച് ബലമുണ്ട്, ശാരീരികമായ കഴിവുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ നമുക്കുണ്ടല്ലോ, അത് അവർക്ക് പ്രായോഗിക തലത്തിൽ അതുണ്ട് താനും. പക്ഷേ ഇവിടെ ഒരു 14 വയസ്സുകാരൻ കുട്ടിക്ക് എങ്ങനെയാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ തോന്നുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം 91 വയസ്സുള്ള ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പോലെയല്ല, കുറച്ചും കൂടെ അവിടെ ആരോഗ്യം ഉണ്ടാകുമെങ്കിലും ആ 14 വയസ്സുകാരനെ ബലത്തിനെ തള്ളി മാറ്റാൻ കഴിയാത്ത രീതിയിൽ അവർ പ്രായാധിക്യം അവർക്കുണ്ടായിരുന്നു എന്നല്ലേ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്തരത്തിൽ ആ വൃദ്ധയെ ക്രൂരമായി പീഡിപ്പിക്കുക എന്ന് പറയുന്നത് അവരനുഭവിച്ച മാനസിക വിഷമങ്ങളും അവരനുഭവിച്ച ശാരീരിക ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെ ഈ പീഡനത്തിനിരയായിരുന്ന കുട്ടി ഈ വൃദ്ധ ഈ കുട്ടിക്കെതിരെ പോലീസിൽ പറഞ്ഞപ്പോൾ ആദ്യം ആരും വിശ്വസിച്ചില്ല. എന്താണ് സംഭവിച്ചത്, ഈ 14 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു അവിടുത്തെ വലിയ ഒരു സംശയം എന്ന് പറയുന്നത് പോലീസിന്. പക്ഷെ അമേരിക്കൻ പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ പോലീസിനെ പോലെ അല്ല, കുറച്ചുകൂടെ എന്നല്ല വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള, അതെ, ലോക പോലീസാണ്. വളരെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ച് അവർ കേസ് അന്വേഷണം നടത്തുന്ന ആളുകളാണ് അവർ. കേരളത്തിലാണെങ്കിൽ ഈ അമ്മൂമ്മയുടെ അടിയന്തരവും കഴിഞ്ഞ് വർഷവും ഒന്ന് കഴിഞ്ഞ് പിന്നെ അടുത്ത വർഷം ഒരു 5-6 വർഷം അവർക്ക് ബലിയിട്ട് കഴിയുമ്പോഴായിരിക്കും ഈ കേസ് തുടങ്ങുന്നത് തന്നെ. അത് വളരെ സത്യമാണ്. അവിടെ വളരെ കൃത്യമായി അവർ CCTV പരിശോധിക്കുന്നു. CCTV ദൃശ്യങ്ങളിൽ ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ കൃത്യമായി വരുന്നു. അതിനുശേഷം ഇത് ഉറപ്പിക്കാൻ വേണ്ടി അവർ DNA ടെസ്റ്റ് നടത്തുകയാണ്. DNA ടെസ്റ്റ് നടത്തുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ഈ പറയുന്ന ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ ശരീരത്തിലൊക്കെയുള്ള സെമൻ ആയി ബന്ധപ്പെട്ട് DNA ടെസ്റ്റിലൂടെ നമുക്ക് കൃത്യമായി കണ്ടെത്താൻ പറ്റും. അത്തരത്തിൽ DNA ടെസ്റ്റ് നടത്തുകയും ഈ വൃദ്ധയുമായി ബന്ധപ്പെട്ട് വൃദ്ധയുടെ ശരീരത്തിലുണ്ടായിരുന്ന ബീജാംശങ്ങളും എല്ലാം എടുത്ത് പോലീസ് പരിശോധനയ്ക്ക് അയച്ചപ്പോൾ അതിൽ കൃത്യമായ റിസൾട്ട് വന്നു. ഈ പയ്യൻ തന്നെയാണ് കുറ്റവാളി എന്ന് റിസൾട്ട് വന്നു. പോലീസ് കൃത്യമായി നടപടിയെടുത്തു. 14 വയസ്സുകാരൻ പയ്യനാണ് എന്നൊന്നും നോക്കിയില്ല. പോലീസ് കൃത്യമായി നടപടിയെടുത്തു. ആ പയ്യനെ പിടിച്ചു. ആ പയ്യനെ കൗൺസിലിങ്ങിന് ആദ്യം വിധേയനാക്കി. അങ്ങനെ കൗൺസിലിങ്ങിന് വിധേയനാക്കുമ്പോഴാണ് വലിയ തോതിൽ പോൺ അഡിക്റ്റഡ് ആണ് ഈ കുട്ടി എന്നറിയുന്നത്. കാരണം പോൺ വീഡിയോസ് കണ്ടിട്ട് ഇതാണ് ലോകത്ത് സംഭവിക്കുന്നത്, ഇങ്ങനെയാണ് ലോകം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. കാര്യം ഈ പോൺ വീഡിയോസ് ഒരു മായിക ലോകത്തിലേക്കാണ് അവർ എത്തിക്കുന്നത്. കാരണം ഇതെല്ലാം അഭിനയമാണെന്ന് ഇവർക്ക് അറിയില്ല. പോൺ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ട്
ഒരു സ്ഥലത്ത് സെറ്റിട്ട് ഷൂട്ട് ചെയ്ത് വളരെ സ്ക്രിപ്റ്റിങ്ങോട് കൂടി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സംഗതിയാണ് പോൺ എന്ന് പറയുന്നത്. അതിൽ അവർക്ക് കുറച്ചും കൂടെ എന്താണ് ഈ പറയുന്ന അഗ്രസീവായിട്ടുള്ള രംഗങ്ങളുണ്ടാവും. അഗ്രസീവായിട്ടുള്ള രംഗങ്ങൾ എന്ന് പറയുന്നത് ഈ നമ്മൾക്ക് നിയമം മൂലം നിരോധിച്ചിട്ടുള്ള ചില രംഗങ്ങളുണ്ട്. ഈ സഹോദരൻ പീഡിപ്പിക്കുന്ന, ബലമായി ഫോഴ്സ് ചെയ്യുന്ന രംഗങ്ങൾ, അതുപോലെ തന്നെ അമ്മയെ മകൻ ഫോഴ്സ് ചെയ്യുന്ന രംഗങ്ങൾ, ഈ പറയുന്ന വയസ്സായ ആളുകളെ ഫോഴ്സ് ചെയ്യുന്ന രംഗങ്ങൾ, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അഗ്രസീവായിട്ടുള്ള രംഗങ്ങളും കാണിക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. അത്തരം വീഡിയോകൾക്ക് വളരെയധികം കാഴ്ചക്കാർ കൂടുതലാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഇതൊക്കെയാണ് ലോകം, ഇങ്ങനെയൊക്കെയാണ് സെക്സ് എന്നൊക്കെ തെറ്റിദ്ധരിച്ച് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇവരുടെ ഇവരുടെ വിവേകത്തെ അല്ലെങ്കിൽ വിവേകത്തെയൊക്കെ മറികടന്നുകൊണ്ട് ഇത് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോഴാണ് ഈ പോൺ അഡിക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതിനുശേഷം അവർ കൃത്യമായി നിയമ നടപടികളിലേക്ക് പോയി, കോടതിയിൽ ഹാജരാക്കി, തെളിവുകൾ കൃത്യമായി സമർപ്പിച്ചു. ഈ പറയുന്ന ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, അതായത് ഇന്ത്യയിലൊക്കെ തന്നെ ഉള്ള ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പോലെ തന്നെ അമേരിക്കയിലും വളരെ കൃത്യമായിട്ടുള്ള ഒരു ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉണ്ട്. ആ ആക്ടിൻ്റെ ഭാഗമായിട്ട് കുട്ടിയെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. ഈ വരുന്ന ഡിസംബർ 19 ഈ കേസിൽ വിധി പറയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസിനകത്ത് വിധി എല്ലാ തെളിവുകളും ഈ കുട്ടിക്ക് എതിരാണ്. അപ്പം അവിടെ ഈ ചെറിയ കുട്ടികൾക്ക് എന്താണ് ഈ ശിക്ഷയുമായി ബന്ധപ്പെട്ട് അവരെ തിരുത്തുക എന്നൊരു ഉദ്ദേശവും, വലിയ ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ പോലെ 3 നേരം ഫുഡ് കൊടുത്ത് നിൽക്കുക എന്നുള്ളതല്ല അവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. വളരെ കൃത്യമായി അവിടെ ഒരു പ്ലാനിങ്ങോട് കൂടിയുള്ള ജയിൽ ചട്ടങ്ങളാണ് അവിടെ ഉള്ളത്. അത് ശിക്ഷാരീതിയിലായാലും അവിടെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ജയിലിലിടുക, എന്തെങ്കിലും പണിയെടുപ്പിക്കുക, തിരിച്ച് വീണ്ടും ജയിലിടുക എന്നുള്ളതൊന്നുമല്ല. അവിടെ കൃത്യമായി അവർ എക്സസൈസ് അവർക്ക് കൊടുക്കുന്നുണ്ട്, അവരുടെ മൈൻഡ് ഹോർമോൺ ലെവൽ ഇംബാലൻസുകൾ മാറാനുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് കൗൺസിലിംഗ് നിരന്തരമായി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ള ആളുകളാണെങ്കിൽ, അതിക്രൂരന്മാരായിട്ടുള്ള കുറ്റവാളികളാണെങ്കിൽ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ജയിലറകൾ അവിടെ ഉണ്ട്. ഈ രീതിയിലൊക്കെയാണ് അവിടുത്തെ അമേരിക്കയിൽ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഈ രീതിയിൽ ഡിസംബർ 19 ആ ശിക്ഷ വിധിക്കും. ആ ശിക്ഷയിലൂടെ മിക്കവാറും ഈ കുട്ടിക്ക് ഈ ശിക്ഷ ഏകദേശം തെളിയിക്കപ്പെട്ടു. DNA ടെസ്റ്റിലൂടെ തന്നെ സംഭവം തെളിയിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ കോടതി ശിക്ഷ വിധിക്കുമെന്ന് ഉറപ്പാണ്. ഇപ്പം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെയുള്ള വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയിലും ലോകത്തെ എല്ലായിടത്തും, നമ്മുടെ കേരളത്തിൽ പോലും കൊച്ചു കുട്ടികൾ 13, 14, 15 വയസ്സുള്ള കുട്ടികളൊക്കെ ഈ പറയുന്ന പോലെ തന്നെക്കാൾ മുതിർന്ന പെൺകുട്ടികളെ ആക്രമിക്കാൻ ശ്രമിക്കുക, ലൈംഗികമായി ബന്ധത്തിലേർപ്പെടാൻ ശ്രമിക്കുക, അങ്ങനെ ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട്. ഗർഭിണികളായ കുട്ടികളുണ്ട് ആ രീതിയിൽ. അപ്പം ചെറിയ മക്കളുടെ ബുദ്ധിയിലേക്ക്, ചെറിയ കുട്ടികളുടെ ബുദ്ധിയിലേക്ക് ഇത്തരത്തിലുള്ള പോൺ അഡിക്ഷനുകളും അതുപോലെ തന്നെ മയക്കുമരുന്നുകളൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു അപകടമെന്ന് പറയുന്നത് ഈ രീതിയിലാണ് കാര്യങ്ങളെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഇനി രണ്ടാമതൊരു വശം കൂടി ഞാൻ പറയാം. അതായത് ഈ പോൺ അഡിക്ഷൻ ഉള്ള ആളുകൾക്ക് ഈ ബലാത്സംഗമോ അങ്ങനത്തെ ഒരു കാര്യത്തിലേക്കും പോകണ്ട, അവരുടെ കുടുംബജീവിതം എടുക്കുക. ഒരു പെൺകുട്ടിയെ, ഞാനിപ്പോൾ നല്ല രീതിയിൽ പോൺ അഡിക്ഷൻ ഉള്ള ഒരാളാണ്, ഞാനൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന സെക്സുമായി ബന്ധപ്പെട്ട് ഈ പോണിൽ കാണുന്ന സെക്സാണ് യഥാർത്ഥ സെക്സ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ ഒരാളുമായി സെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ദാമ്പത്യ ജീവിതമേ പരാജയമായിരിക്കും, എൻ്റെ വിവാഹ ജീവിതമേ പരാജയമായിരിക്കും. കാരണം അതൊന്നും അല്ല ഈ ഇംഗ്ലീഷ് ഫോണുകൾ കണ്ടിട്ട് അത്തരത്തിലല്ല കാര്യങ്ങളെന്ന്. ഇപ്പം ഈ അടുത്ത് വിവേകാനന്ദൻ വൈറലാണ് എന്ന് പറയുന്നൊരു സിനിമ എനിക്ക് അത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ കാര്യത്തെ പറ്റിയൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു പോൺ എന്ന് പറയുന്ന ഒരു വിഷയത്തെ ലോകവ്യാപകമായി ആളുകൾ കാണുന്ന, ഏറ്റവും കൂടുതൽ മുതൽ മുടക്ക് നടത്തുകയും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു മേഖല, ആ മേഖലയിൽ തെറ്റിദ്ധാരണ മാത്രം ജനിപ്പിക്കുന്ന, ആളുകളിൽ ക്രിമിനൽ വാസന ഉണ്ടാക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ആണ് കൂടുതൽ ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യാഥാർത്ഥ്യമായിട്ടുള്ള പോണല്ല കാണിക്കുന്നത്. അതിനേക്കാട്ടപ്പുറത്തേക്ക് ഈ ആളുകളിൽ ഈ അഗ്രസീവാക്കുന്ന, മനുഷ്യന്മാരെ അഗ്രസീവാക്കുകയും അവരെ വല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോവുകയും, ചെറിയ കുട്ടികൾക്കടക്കം ഇപ്പോൾ ഫോൺ കയ്യിലുണ്ട്. അപ്പോൾ ഫോണിലൊന്നും അടിച്ചാൽ 18 വയസ്സായോ എന്ന് ചോദിച്ചാൽ ഏത് കുട്ടിക്കും ഒന്ന് എനിക്ക് 18 വയസ്സായി എന്ന് ഞെക്കിക്കൊടുത്താൽ 18 വയസ്സായി എന്ന് സിസ്റ്റം തിരിച്ചറിയുകയും നേരെ അതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിക്കൊക്കെ ഒരു മാറ്റം വന്നില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് പോകുമെന്നുള്ള സൂചനയാണ് ഈ 14 വയസ്സുകാരൻ നമുക്ക് തെളിയിച്ചു തരുന്നത്. ഇതിപ്പം ഇത് കേൾക്കുമ്പോൾ ധന്യക്ക് തന്നെ ഒരു അത്ഭുതം ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ കുട്ടികളുടെയൊക്കെ വളർച്ച എങ്ങോട്ടാണ് എന്നുള്ളത് നമ്മുടെയൊക്കെ
14 വയസ്സെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പ്രായത്തിൽ നമുക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാവോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിക്കപ്പുറം ഒന്നും നമ്മൾ ഇതിനെക്കുറിച്ച് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ എന്താ പറയുക ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനോ പോയിട്ടില്ല എന്നുള്ളതാണ്. ക്ലാസ്സിൽ ബയോളജി പഠിപ്പിക്കുന്നത്, നമ്മളത് പഠിക്കുന്നു, പരീക്ഷയ്ക്ക് എഴുതുന്നു, മാർക്ക് വാങ്ങുന്നതിനപ്പുറം ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും ഇതൊക്കെ വേണം. അവിടെ ഒരു കാര്യം, ക്ലാസ്സിൽ ബയോളജി പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിഷയം ഒഴിവാക്കിയിട്ടാണ് ടീച്ചർമാർ. അതെ, മിക്ക ടീച്ചർമാരും അങ്ങനെയാണ്. കാരണം അവരുടെ മാനസിക ബുദ്ധിമുട്ട് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെ ഇത് പഠിപ്പിക്കും എന്നുള്ളത്. കാരണം ഇതൊക്കെ കേട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇതൊക്കെ കേട്ടിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം മതിയല്ലോ പിന്നെ ഇത് ഫ്രസ്ട്രേഷനോ ഈ സെക്സ്വൽ പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി ഇതുപോലെ എന്തെങ്കിലും കാണിച്ചാൽ കാണിക്കുന്നവരുടെ ഭാവിയും തീർന്നു, ഈ ചെയ്യുന്ന ആരാണോ അവരുടെ ജീവിതവും തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും മക്കളാണ്, നമ്മുടെ മക്കളാണ്, അല്ലെങ്കിൽ അയൽവക്കത്തുള്ള പിള്ളേരാണ്, കൊച്ചു പിള്ളേരല്ലേ ഇവർക്കൊക്കെ എന്ത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അത് എന്തിനേറെ പറയുന്നു, നമ്മളൊരു ബസ്സിൽ കയറുന്നു, നല്ല തിരക്കുള്ള ബസ്സാണെന്ന് വെച്ചോ, നമ്മൾ നടുക്കൊന്നും പെട്ടുപോകരുതേ എന്ന് പ്രാർത്ഥിച്ചാണ് ബസ്സിൽ കയറുന്നത്. പക്ഷെ നടുക്കൊന്നും നമ്മൾ പെട്ടുപോയി, ബാക്കിൽ നിൽക്കുന്നതൊക്കെ ആണുങ്ങളായിരിക്കും. പക്ഷേ ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേ ബംഗാളികളൊക്കെ ഏറ്റവും നല്ലവന്മാരാണെന്ന് നമുക്ക് തോന്നും സത്യത്തിൽ. കാരണം നമ്മൾ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഇവരൊക്കെ അങ്ങ് ബാക്കിലോട്ട് മാറും. എല്ലാവരും നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്, അവരിലും ഇപ്പൊ മലയാളികളെല്ലാം നല്ലവരാണോ? എല്ലാവരും നല്ലവരല്ല, അവരിലും നല്ല ആളുകൾ ഉണ്ട് എന്നുള്ളത്. പക്ഷെ മലയാളികളാണെങ്കിൽ ഇല്ലാത്ത സ്ഥലമായിരിക്കും. നമ്മളൊരു 10 പ്രാവശ്യം നോക്കും, ചേട്ടാ ഒന്ന് നീങ്ങോ ഇങ്ങനെ എടുത്തിട്ട് മനുഷ്യനെ ഇടിച്ച് കൊല്ലല്ലേ, ഒന്ന് നീങ്ങോ എന്ന് പറഞ്ഞാൽ പോലും നീങ്ങത്തില്ല, ആ നിൽക്കും. കാരണം എവിടെയെങ്കിലും ഒരു തട്ടലോ കുട്ടലോ ഒരു കിട്ടിയാൽ ഒരു ഇതല്ലേ, ദർശനേ പുണ്യം സ്പർശനേ പാപം എന്നാണ്. പക്ഷെ ഇവിടെ സ്പർശനേ പുണ്യം ദർശനേ പാപം എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി എന്ന് പറയുന്നത്. എന്തായാലും ഈ കുട്ടികളൊക്കെ, എല്ലാ കുട്ടികളും പോൺ വീഡിയോ കാണരുത് എന്നൊന്നും അല്ല പറയുന്നത്. അതൊക്കെ കുറച്ചുകൂടി ലൈംഗിക ദാരിദ്ര്യമുള്ള കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രചോദനം തന്നെയാണ് പോൺ വീഡിയോകൾ. അതെങ്കിലും കണ്ട് ഈ കാവപ്രാന്ത് മൂത്ത് കിടക്കുന്നവന്മാരൊക്കെ കുറച്ച് നടങ്ങട്ടെ എന്നുള്ളതാണ്. പക്ഷെ ഇത്തരത്തിൽ പരീക്ഷണങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കരുത് എന്ന്, അത് സ്ത്രീകളോടായാലും പുരുഷന്മാരോടായാലും. തീർച്ചയായും.